ഇതിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് ഉണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോന്നുകൊണ്ട് വരുന്നത്, മനസ്സിലാകുന്നത്. അപ്പൊ ഒരു പടത്തിനെ ചെണ്ടി മോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കേൾക്കൂ. നിങ്ങളോ ഞങ്ങൾ മീഡിയ ചെയ്യുന്നു. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ചേട്ടാ 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 ഈ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ച് കാണുന്ന ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞല്ലോ. ഈ പറഞ്ഞ എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ നല്ലൊരു നീ തോറ്റു പോയിട്ട് ചേട്ടാ കപ്പൽ മുതലാളി അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പോയിട്ടുണ്ട്. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. ഞങ്ങൾ നിനക്കിഷ്ടമായ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം ഇഷ്ടമല്ല പടം. 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പലിനും ബോക്സ് ഓഫീസ് ഹിറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുള്ളൂ. ഞങ്ങളിപ്പോ മലയാള പടങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ നടക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകനെന്നല്ലേ പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്നത് ഒരു കണക്ക് രണ്ട് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാരെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ആസ് എ പ്രേക്ഷകൻ മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആളുകളൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടം പ്രതീക്ഷ വെക്കേണ്ടതെന്നാണ്. ഞങ്ങളൊക്കെ സിനിമക്കാരനാണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി എത്ര നായകവേഷം രമേഷ് പിഷാരടി ചേട്ടൻ കിട്ടി. കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായകവേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്. സൈഡിലോട് പോയില്ലേ. പക്ഷെ ചേട്ടന് എത്ര പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെർഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ഇത്രയും പറഞ്ഞില്ല, അതുകൂടെ പറ. ഒരു പ്രൊഡ്യൂസർ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നീ പറഞ്ഞോ. അതായത് ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്. എനിക്ക് അക്കൗണ്ടിലാണ് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം നഷ്ടമായിട്ടില്ല, എല്ലാരും വിളിപ്പിച്ചില്ലേ? ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നുമല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. അങ്ങനെ ഇവിടെ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ. 365 ദിവസമുണ്ട്. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയൊരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇതാണ്. ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത്
ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ, നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ, ലോട്ടറി എടുക്കുന്ന പോലെയാണ്. ആ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു റീല് കാണിച്ചുതരാം. ശ്രീകാന്ത് വെട്ടിയാര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പടക്കൂട്ടുണ്ടാണോ നാളെ എന്റെ ഒരു കൊണ്ടുവരുന്നുണ്ടെന്നുള്ള രീതിയിൽ. അത് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നീ മാനിക്ക് വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്. ആ റീലിനകത്ത് പറയുന്നത് എന്താ? ഈ പടക്കം പൊട്ടില്ല, അത് ഒരുപാട് പേര് സ്വപ്നം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടുകൂടെ? അത്രയുള്ള ചോദ്യം. ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പൊ ആ പടത്തെ പറ്റി നല്ല പറയാൻ പറയണം, അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട് ആൾക്കാരെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമനെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചത്? അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രശ്നത്തില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, ഇത് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ. അല്ലല്ലോ, നീ പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത ചോദ്യം നീ ചെയ്ത പോലെ തന്നെ അവനോട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണമെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. മോനെ, ഒരു സെക്കൻഡ്, അതായത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, സിനിമ പൊളിയുന്നു. ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മോനെ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. കോമഡി സീൻ സീരീസ്